ഹലോ ഗായ്സ്, ഇപ്പോൾ കാണുമ്പോൾ ഇതിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് പിന്നെയും വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷൻ ആയിട്ട്. അപ്പോൾ ഗായ്സ് നമ്മളിന്ന് എന്തായാലും വില്ലേജ് കണ്ടുപിടിച്ചണം എന്നുള്ളതായിട്ടാണ്. അപ്പോൾ ഗായ്സ് നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നൊരു പുതിയ ആൾക്കാരെ എടുത്തുക്കണം. ഇത് ഒരു സെറ്റാണ്, ഫ്രീ പാക്കറ്റാണ്. അപ്പോൾ ഗായ്സ് എന്താണ് നമ്മൾ ഒരു തോറിൻ്റെ ഒക്കെ ഏകദേശം തോറിൻ്റെ ലുക്കൊക്കെ ഉള്ള ഇതെടുത്തുക്കണം. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്കൊന്ന് വേൾഡ് പോവാം. A few minutes later. അപ്പോൾ ഗായ്സ് ദാ നമ്മളങ്ങനെ വേൾഡിൽ എത്തിയിരിക്കുന്നു. നമ്മളിപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വെച്ചിങ്ങാണ്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിക്കണോന്നു. ഞാനൊരു വീട് ഇവിടെ വെച്ചിരുന്നു. പിന്നെ നമ്മളെ ചെസ്റ്റിൽ നമ്മളെ മെയിൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്താ കാട്ടുക. അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മളൊന്ന് വില്ലേജ് തപ്പണം. അതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം ഗായ്സ്, നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് മരത്തിൻ്റെയും കാര്യങ്ങളും ആവശ്യമുണ്ട്. പിന്നെ ഫേണസ് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതാക്കിയിട്ട് മതി. അയ്യോ ഗായ്സ്, ഇവിടെ ഒരു സോംബി ഉണ്ടല്ലോ. പിന്നെ അതേപോലെ ഗായ്സ് എനിക്ക് കത്തി വേണേനു. ഞാൻ കത്തി എടുക്കട്ടെ. ആ കത്തിയല്ല ഈ കത്തി. നമുക്കൊക്കെ സ്റ്റോണിൻ്റെ ഉണ്ടാക്കാം. കാരണം സ്റ്റോണിൻ്റെ എവിടുന്നോ നല്ല സൗണ്ടൊക്കെ ഉണ്ടല്ലോ ഗായ്സ്. എവിടുന്നാന്ന് അറിയില്ല സൗണ്ടൊക്കെ. എന്തായാലും ഗായ്സ് നമുക്കൊന്ന് മരം മുറിച്ചണം. നമുക്ക് എന്താണ് കുറച്ച് ലെതറിൻ്റെ ഒരു എന്താ പറയുക ജാക്കറ്റ് എന്താ പറയുക സൂട്ടും കാര്യങ്ങളും വേണം. ഇപ്പോൾ പശുവിനൊക്കെ ഇതാക്കട്ടെ. കുറച്ച് മരമാണ് വേണ്ടത്. മരം എടുക്കട്ടെ. ഗായ്സ് എനിക്ക് എവിടുന്നാന്നറിയില്ല, നല്ല സ്കെൽട്ടൻ്റെ കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കാണ്ട് എവിടുന്നാന്നൊരു പൊടിത്തം കിട്ടുന്നില്ല. അയ്യവ. പിന്നെ ഗായ്സ് എനിക്കൊരു സംശയം. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇതിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടുള്ള ഇതാണല്ലോ. അപ്പോൾ കുറേ ഇതിൽ പറയുന്നുണ്ട് എന്താ പറയുക, ഈ ചെറി ട്രീ ഇല്ലേ, ചെറി ട്രീ ഉണ്ടാവണതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവുന്നു. അതെന്തായാലും ഗായ്സ് നമുക്കൊന്ന് തപ്പണം. കാരണം അത് ഒറ്റ ചെറി ട്രീ ഉണ്ട്. നമുക്ക് ആ ഒരു ഭാഗം മൊത്തം തപ്പ വെക്കാം. നമുക്ക് എന്തായാലും ഇതൊക്കെ എടുക്കട്ടെ. ഇതൊന്നും നമ്മൾ ഇവിടെ ഇനി വെക്കണില്ല. ഒക്കെ ഇനി കൈ പിടിച്ചിട്ടാണ്. അയ്യോ, മെയിൻ സാധനങ്ങളാണ് ആദ്യം വേണ്ടത്. പിന്നെ ഡോറ് എടുക്കും. വേടിക്കട്ടെ ഇറങ്ങട്ടാവട്ടെ. അപ്പോൾ ഗായ്സ് ഇതാ നമ്മളിതെല്ലാം എടുത്തുക്കണം. നമുക്ക് എന്തായാലും ചെറിയ ട്രീൻ്റെ സ്ഥലം പോയി തപ്പണം. അതിൻ്റെ മുമ്പ് എന്തെങ്കിലും തിന്നിട്ടൊക്കെ ഓടാൻ വയ്ക്കൂല. ഒന്നുകൂടി ഇത് കൂടി തോന്നും പണിക്കുട്ടി. 1 2 അയ്യോ രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ പള്ളറിയും. അയ്യോ ഫുള്ളായി ഗായ്സ്. ഇനി നമുക്ക് കുഴപ്പമില്ല, ഇനി പേടിക്കണ്ട. എവിടെ ഒരു എക്സ്പി കിട്ടണ്ട അല്ലേ. അപ്പോൾ ഗായ്സ് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫുള്ളും തപ്പിയാകണം. ഫുൾ സൈഡും തപ്പിയാകണം. കാരണം വില്ലേജ് എവിടെയെന്നൊന്നും മനസ്സിലാവണല്ലോ. ഈ ചെറിയ ട്രീ കാണാൻ നല്ല രസമാണ്. നല്ല ചുരുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ട്രീകളാണിത്. ഇപ്പം അടുത്തിറങ്ങിയൊരു അപ്ഡേറ്റിലുള്ളതല്ല. അപ്പോൾ നല്ല ചുരുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്കിവിടെ തപ്പി നോക്കാം. കാരണം ചെറിയ ട്രീ ഉള്ള സ്ഥലത്താണ് ഞാൻ കൂടുതൽ വില്ലേജ് കണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പം അടുത്ത് കുറേ ഷോർട്സ് കണ്ടിരുന്നു. അപ്പോൾ അതിലൊക്കെ പറയണത് ചെറിയ ട്രീ എവിടെയാണോ അതിൻ്റെ അടുത്തായിട്ടാണ് വില്ലേജ്. ഗായ്സ് മത്തങ്ങൻ്റെ അർത്ഥതാണ് ഗായ്സ്. വില്ലേജ് ഇവിടെ എവിടോ ഒന്നുണ്ട്. അപ്പം എന്തായാലും ഗായ്സ് ഞാൻ മത്തങ്ങ എന്തായാലും പോയി എടുക്കട്ടെ. കാരണം അതിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടാവേണ്ടതാണ്. അതാണല്ലോ ഇത് പറയണത്. ഞാൻ എന്തായാലും മൊത്തം മത്തങ്ങ എടുക്കട്ടെ. കാരണം മത്തങ്ങ ചെറിയ ട്രീ ഇതിനൊക്കെ എടുത്താവണം വില്ലേജ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഗായ്സ് ഇവിടെ അടുത്ത് എവിടെയോ ഒന്ന് വില്ലേജ് ഉണ്ട് എന്നല്ല അർത്ഥം. ഗായ്സ് അപ്പോൾ നമ്മൾ വില്ലേജ് കിട്ടാൻ പോവാണ്. പക്ഷെ എവിടെയാണെന്ന് ഒരു പൊടിത്തോല്ല. അതാണ് വേറെ ടിസ്റ്റ് അറിയണത്. അയ്യവ എനിക്ക് ഈ സീഡ്സ് ഒന്നും വേണ്ട ഗായ്സ്. ഇവിടെ വലിയ വലിയ കുന്നും കാര്യങ്ങളും മലയൊക്കെയാണ്. എന്തായാലും ഗായ്സ് മത്തങ്ങ കിട്ടി. അപ്പോൾ ഇവിടെ എവിടെയോ ഒരു വില്ലേജ് ഉണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ വില്ലേജ് എത്തിയേക്കണം. പക്ഷെ എവിടെയൊന്നും കാണാനില്ലേനു ഗായ്സ്. നമുക്ക് മൊത്തം തപ്പി ഉണക്കണം.
ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. എന്താ കാട്ട് ഗൈസ്, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷെ ഒരു സങ്കടമായല്ലോ. എന്നാലും ഗൈസ് ഞാൻ വെറുതെ വിടൂല. എനിക്കൊന്ന് വില്ലേജ് കണ്ടെത്തിയിട്ടേ ഞാൻ പോവുള്ളൂ. എന്തായാലും ഗൈസ് നമുക്ക് തപ്പി വെക്കാം. കാരണം ചെറിയ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ വില്ലേജ് ഉണ്ട് എന്നാണ്. അയ്യോ ഇത് വേമേ കുറയുണ്ടല്ലോ ഗൈസ്. എന്താ കാട്ടുക, ഫുഡൊക്കെ ഇല്ലേനും. നമ്മൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് കണ്ടറിയില്ല, ഇത് വേമേ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഹെൽത്തും കുറയും. അപ്പം എന്തായാലും ഗൈസ് പിന്നെ വഴിയില്ല. അപ്പം എന്തായാലും തപ്പിയിട്ട് നമ്മൾ ഗൈസ് ഒന്ന് പോവുള്ളൂ. നമുക്ക് മൊത്തം തപ്പാം. അയ്യോ പെട്ടു. പശു. അയ്യോ 1 ഇങ്ങോട്ട് വാ 2 അയ്യോ കിട്ടി. ലെതറും കിട്ടി ഗൈസ്. ഇതന്നെ ഫുള്ളായി ഉള്ളു. 2 അയ്യോ അത് ഫുള്ളായില്ലല്ലോ. സാരില്ല, ഒക്കെ മതി. ഹെൽത്ത് കൂടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മളിപ്പോൾ വെച്ച എടുത്ത് വന്നിക്കണു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. കാരണം മത്തങ്ങ. ഓ ഗൈസ് നമ്മൾ ഗൈസ് അങ്ങനെ വില്ലേജ് കണ്ടു. എൻ്റെ മോനെ വില്ലേജ് കണ്ടു ഗൈസ്. നമ്മള് ഗൈസ് വില്ലേജ് ഗൈസ് ഞാൻ പറഞ്ഞില്ല, ചെറിയ ട്രീ അല്ലെങ്കിൽ മത്തങ്ങളടുത്ത് വില്ലേജ് ഉണ്ടാവുന്നു ഗൈസ്. നമ്മൾ അങ്ങനെ ലാസ്റ്റ് ഇതാ വില്ലേജ് കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ മോനെ ഇത് വലിപ്പമുണ്ടല്ലോ, നല്ല വലിയ വില്ലേജായിട്ടൊക്കെ തോന്നുന്നു. എന്താ ഗൈസ്, എന്നാലും ഗൈസ് നമുക്ക് എല്ലാം ലോട്ടെടുക്കും ഞാൻ. അയ്യോ ഹെൽമറ്റ്, ബ്രെഡ് എല്ലാം ഉണ്ടല്ലോ ഗൈസ്. അങ്ങനെ സന്തോഷമായിട്ട് എൻ്റെ പൊന്നെ കിട്ടിയില്ലേ വില്ലേജ്. ഇതവിടെയൊക്കെ എന്തെങ്കിലും ഒരു ലൂട്ടുണ്ടാവും. എൻ്റെ ഗൈസ് ഡയമണ്ട്. എൻ്റെ മോനെ ഡയമണ്ട് ഗൈസ്. ഗൈസ് ഞാനെന്താ അത്രയും ഒച്ചയിൽ പറയാത്തെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ കളിക്കുന്ന ഗെയിം. അതാണ് കുറച്ചുകൂടി ഒച്ചയിൽ ഞാൻ പറയും. പക്ഷേ പറഞ്ഞാൽ പെരക്കാരിൽ അടിച്ചു എന്ന് പറഞ്ഞ കൊണ്ടാണ്. അതാണ് ഞാൻ മെല്ലെ പറയുന്നത്. എന്തായാലും ഗൈസ് നമുക്ക് ഡയമണ്ട് കിട്ടിയിരിക്കുന്നു. വാവ് സെറ്റായിക്കുന്നു. ഇവിടെയൊക്കെ എന്താ ബ്രൂസ്റ്റലാണ്. എൻ്റെ മോന് എന്ത് വലിയ വില്ലേജ്, എന്ത് വലിപ്പത് ഗൈസ്. ഈ വില്ലേജിന് വലിപ്പം കണ്ടിട്ട് ഞാൻ അട്ടിക്കുന്നു. എൻ്റെ മോനെ ഡയമണ്ട് കിട്ടിയില്ലേ ഗൈസ്. ഇത് വലിയ പേരെ എടുക്കണ്ടെന്നുള്ള സംശയം ഇതിലാണ്. ഇവിടെ ഇതെല്ലാം ഇട്ട് കേങ്ങുണ്ടല്ലോ, കേങ്ങ് എടുക്കട്ടെ. നമുക്ക് എന്തൊക്കെ ആവശ്യമില്ലാത്ത ഇതിൽ വെക്കാം. ആവശ്യമില്ലാത്ത ഇപ്പം എന്താ ഡേർട്ട്, പിന്നെ വുഡ്, പിന്നെ ഗോൾഡിന് നഗറ്റ് ആവശ്യമുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത് വേണ്ടായിട്ടാണ്. പിന്നെന്താ വേണ്ട, നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ട് ഒന്നും. എന്തായാലും ഗൈസ് കിട്ടിയില്ലേ നമ്മളുടെ ഡയമണ്ട്. സെറ്റായിക്കണു. ഗൈസ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഞാൻ ഇവിടത്തൊക്കെ ലൂട്ടുണ്ടല്ലോ. അങ്ങനെ ഗൈസ് എനിക്ക് എല്ലാം സെറ്റായിക്കണു. ഇനി എൻ്റെ ഇതൊക്കെ ഇടട്ടെ. എന്തൊക്കെയാണ് ഫാൻറ്, പിന്നെ ഇത് ഹെൽമെറ്റ് കൂടി മാണേന്നില്ല ഗൈസ്. ഹെൽമെറ്റ് ഇതിലുണ്ടോ? ഇല്ല. ഹെൽമെറ്റ് ഇതുണ്ടല്ലോ അയൻ്റെ, അത് വെക്കാം. എന്തായാലും ഗൈസ് സത്യം പറയാം സെറ്റായിക്കണം. എന്തൊക്കെ കിട്ടിയിട്ടിട്ടല്ലേ ഗൈസ്, അതന്നെ ആലോചിച്ചിട്ട് എന്തോ പോലെ. എത്ര വീടാ. ഞാൻ വേഗം ഉറങ്ങട്ടെ, എന്നിട്ട് വേണം കുറേ ലൂട്ട് കാര്യങ്ങൾ എടുക്കാൻ ഗൈസ്. എൻ്റെ മോനെ സെറ്റായിക്കണു. ഇവിടൊക്കെ ലൂട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇവിടെ മറ്റേ ഫേണസാണ്. പക്ഷേ ഗൈസ് വില്ലേജിൻ്റെ വലിപ്പം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്, ഒക്കെ എടുക്കണം. പിന്നെ ഇവിടെ ഒരു ലൊട്ടല്ല ലൂട്ട്. ഞാൻ മറക്കാണ് ഗൈസ്, എന്താ ചെയ്യുക ഓരോരോ വിധി. അപ്പോൾ എന്തായാലും ഗൈസ് വലിയ വില്ലേജാണ്. നമുക്ക് ഈ ഒരു സാധനം ആവശ്യമുണ്ട്, വെള്ളത്തിൽ മുക്കാൻ, പിന്നെ കളർ ഇതാക്കാൻ.
അപ്പോൾ എന്തായാലും വില്ലേജിൻ്റെ വലിപ്പം കണ്ടിട്ട് നെട്ടിയിരിക്കുന്നു നമ്മളെ ഹംദു. ഇതിൻ്റെ മേലക്കൊക്കെ ഗായ്സ് പോവാണ്ട് നമുക്ക് എന്തായാലും നല്ലൊരു വലിയ പെരന്നെ എടുക്കണം. ഞാൻ അതിനാണ് ഇവിടെ എന്താ ഇവിടെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ. ഇത് ഗായ്സ് എന്തൊരു വില്ലേജാ ചേട്ടാ. വലിപ്പം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നല്ല, വലിപ്പം എന്ന് പറഞ്ഞാൽ ഇതാണ് വലിപ്പമുള്ള വില്ലേജ് പറയാം. എൻ്റെ മോനെ ഇവിടെയൊക്കെ തപ്പട്ടെ, എന്തെങ്കിലും ലൂട്ട് കിട്ടിയാൽ എൻ്റെ ഗായ്സ് എനിക്ക് കിട്ടിയാലും വെച്ച് ഏറ്റവും ഒരു വലിയ ലൂട്ട് എന്ന് പറയണതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഡയമണ്ട്. ഓ ഇവിടെ ഉണ്ടല്ലോ ലൂട്ട്, കേങ്ങ് പിന്നെ ബ്രെഡ് പിന്നെ എല്ലാം ഉണ്ടല്ലോ. ഈ വില്ലേജറും തപ്പ് ഉറങ്ങണം നീച്ചപായി. സന്തോഷത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ രാത്രി ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒച്ചുണ്ടാക്കിയത് ഞാൻ. അയ്യോ വില്ലേജ് കിട്ടിയില്ലേ ഗൈസ്. പിന്നെ മേലൊക്കെ നോക്കിയാൽ മഞ്ഞും കാര്യങ്ങളാണ്, പക്ഷെ ഒട്ടുമില്ല, കുറച്ചുള്ളൂ. ഓ ഗൈസ് ഇവിടെ കേവ് ഉണ്ട്, അത് സെറ്റായി ഗൈസ്. കേവ് എന്തായാലും ഗൈസ് സെറ്റ് ആയിക്കോളും. ഇവിടെ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ചെസ്റ്റ് ഇവിടെ ലെതർ ഫാൻ്റല്ലോ, ലെതർ വേണം. ഇത് ആവശ്യമില്ല, അവിടെ ഇരുന്നോട്ടെ നമുക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഫുള്ള് കിട്ടിക്കണം. ഓ അങ്ങനെ ഗൈസ് വില്ലേജിന് വലിപ്പം കണ്ട് ഞെട്ടിക്കാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണമല്ലോ. ബ്രെഡ് ആപ്പിൾ തിന്നാം. എന്ത് വലിപ്പമുള്ള വില്ലേജ് വെച്ചിട്ടാ ഗൈസ്. വലിപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിപ്പം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ഓഫ് വില്ലേജറിനെ വിളിച്ചിട്ടുണ്ട് നല്ലത്. ഓ ഇതൊക്കെ എടുക്കണം, ഇതൊക്കെ ഞാൻ എടുക്കും ഗൈസ്, ഇതൊക്കെ ഞാൻ എടുത്തും കണ്ട്. പക്ഷെ ഞാനിപ്പോൾ എന്ത് പേരെ എടുക്കാന്ന് ഞാൻ ആലോചിച്ചത്. അയ്യോ ഓ ചട്ടീന്നു നമുക്ക് നമുക്ക് ഒരു പേരെടുക്കണം. ഏത് പേരെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് കിടക്കുന്ന പേരെ അല്ല ഈ ഒരു പേരെടുക്കുക ഗൈസ്. ഇത് ചെറുതാണല്ലേ, കുറച്ച് വലിപ്പമുള്ള പേരാണ് ഗൈസ് നമുക്ക് വേണ്ട. ഇവിടെ സോംബികളുണ്ട്, പക്ഷെ ഒച്ച കേൾക്കാനുള്ള ആളെ കാണാനില്ല. അതാ വേറെ കോമഡി. നമുക്ക് ഗൈസ് സ്വന്തമൊക്കെ ഒരു വീടുണ്ടാക്കിയാലോ, അതല്ല നല്ലത്. പക്ഷെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ സ്ഥലം ഇല്ല, ഉണ്ടാവണം. ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ട്. ഞാൻ അവിടെ തന്നെ വരക്കുള്ളൂ. എന്തായാലും ഗൈസ് നമുക്ക് ഇന്ന് വില്ലേജ് വെക്കാം. കാരണം ഗൈസ് നമുക്ക് മെയിൻ കിട്ടേണ്ട സാധനം ഇപ്പോൾ തന്നെ കയ്യിൽ കിട്ടിയോണ്ട്. എന്താ ചോദിച്ചാൽ ഡയമണ്ട് സെറ്റല്ലേ ഗൈസ്. നമുക്ക് ഇവിടെ പെര വെക്കണം, പക്ഷേ നല്ലൊരു സ്ഥലം വേണമല്ലോ. നല്ലൊരു സ്ഥലം, നല്ല വൃത്തിയും കാര്യങ്ങളും വേണം. പൂവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലീനായ സ്ഥലം. അതിപ്പോൾ എവിടെ ചോദിച്ചാൽ ഞാൻ അവിടെ പറയാം ഗൈസ്. നമുക്ക് ഇവിടെ ഒരു പെര വെക്കാം. ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗത്ത് നമുക്ക് ഇത്രയും പെര വെക്കാം. അപ്പം എന്തായാലും ഗൈസ് ഞാൻ ഈ റോസസ് ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. ഇതൊന്നും ആവശ്യമില്ല. ഞാൻ ഇതൊക്കെ എടുക്കട്ടെ. 1 2 3. എത്ര വലിയ വില്ലേജല്ലേ ഗൈസ്. ഞാൻ ചിലപ്പോൾ പെര ഉണ്ടാക്കണ വീട് ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. എന്താണ് കുറേ നേരം എടുക്കും, കാരണം എൻ്റെ പേര ഉണ്ടാക്കാൻ കുറച്ച് ടൈം പിടിക്കും. എന്നാലും ഗൈസ് ഞാൻ പരമാവധി വഹിക്കുന്ന ഇടാൻ നോക്കാം. ചെറിയൊരു ലാഗ് ഉണ്ടാവുമെന്ന് ഗൈസ് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് മൈൻക്രാഫ്റ്റ് എന്താണ് പറയുക വേർഷൻ 1.21 അപ്പോൾ ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഡേർട്ടൊക്കെ എടുത്തുകൊണ്ട് ഞാൻ ഈ പൂവുകളൊക്കെ ഇവിടെ വെക്കട്ടെ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് മൊത്തം ഇപ്പോൾ വേണ്ട ഡേർട്ടാണ്. ഡേർട്ട് എന്തിനാ പറഞ്ഞാൽ ഇവിടെ ഒന്ന് ഫുള്ളാക്കിയിട്ട് നമ്മൾ ഏകദേശമൊക്കെ ഫില്ല് ചെയ്തിരിക്കണം. ഇനി വേണമെങ്കിൽ ഇത് വെറുതെ ഇവിടെ വെച്ചാൽ മതി, ഇതിന് ആവശ്യമില്ല. ഇനി ഗൈസ് ഇത്രയും സ്ഥലത്ത് നമുക്ക് പെര വെക്കാന്നുള്ളതാണ് ഇത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് കൂടി വേണമെങ്കിൽ വെക്കണ പെരാന്ന് പറയുന്നത് കുഴപ്പമില്ല, കുറച്ച് നീളം ഉണ്ടാവുന്നൊന്നുമില്ലേ. എന്നാലും സാറില്ല ഗൈസ് നമുക്ക് എന്തായാലും പെര വെക്കൽ തുടങ്ങാം. കുറച്ച് പണിയുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും വെച്ചേ പറ്റൂ. അപ്പം എന്തായാലും ഞാൻ വെക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഇതൊന്നും പിന്നെ വീഡിയോയിൽ പറയണ്ടാവില്ല. ഞാനിതൊക്കെ സ്കിപ്പ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് കളിയാക്കാരും, കാരണം ഒരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ എന്തായാലും വില്ലേജ് അറിയാൻ സ്റ്റാർട്ട് ചെയ്യാത്ത പേരൊക്കെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഗായ്സ് പിന്നെ നമ്മളെ പെരൻ്റെ ഏകദേശം ചെറിയൊരു സെറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളാക്കാനുള്ള ടൈം കുറച്ച് കുറവാണ്.
അതുകൊണ്ട് ഗായ്സ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഇവിടെ ഒക്കെ നിറച്ചുകൊണ്ട് സെറ്റാക്കണം. ചിലപ്പോൾ എനിക്ക് ഒരു സോളോ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നാളൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ സോളോ ആയിട്ടിനും കൂട്ടിക്കൊണ്ടാക്കാൻ ചിലപ്പോൾ എനിക്ക് പേരെ ഫുള്ളാക്കാൻ നോക്കാം. അപ്പം എന്തായാലും ഗായ്സ് വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 3 എന്തായാലും നാളെ എന്തായാലും വരുന്നുണ്ടാവും. പാർട്ട് 3 അല്ല, പാർട്ട് 4 എന്തായിട്ട്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോയുടെ കുറച്ച് വൈകിട്ടുണ്ടാവും, അതിനൊന്ന് സോറി. അപ്പോൾ എന്തായാലും ഗായ്സ് വീഡിയോ കാണുന്നവർ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ.